ശനിയാഴ്ച നടന്ന 53ാമത്തെ GST കൗൺസിൽ മീറ്റിംഗിൽ GST കൗൺസിൽ എടുത്ത ഡിസിഷൻ ഏതൊക്കെ സ്റ്റോക്കുകളെ എങ്ങനെ ബാധിക്കുമെന്ന ഫാക്റ്റാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ വഴി പരിശോധിക്കുന്നത്. ഒന്നാമത്തേത് ഓൺലൈൻ ഗെയിമിംഗ് ഇൻഡസ്ട്രീസ്. ഓൺലൈൻ ഗെയിമിംഗ് ഇൻഡസ്ട്രിക്ക് മുകളിലുള്ള 28% GST റിവ്യൂ ചെയ്യുമെന്നായിരുന്നു ഇൻഡസ്ട്രി പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ ഇൻഡസ്ട്രിയുടെ പ്രതീക്ഷയ്ക്ക് വിപരീതമായി 28% GST റേറ്റ് തന്നെ തുടർന്നു പോകാൻ GST കൗൺസിൽ തീരുമാനിക്കുകയായിരുന്നു. ഇത് സെക്ടറിൻ്റെ ഗ്രോത്തിനെയും ഈ സെക്ടറിലെ കമ്പനികളുടെയും പെർഫോമൻസിനെ പ്രതികൂലമായി ബാധിച്ചേക്കും. 28% GSTയുമായി ബന്ധപ്പെട്ട് പല ആംബിഗ്വിറ്റികളും നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു അവസരത്തിലും 28% GSTയുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചത് ഓൺലൈൻ ഗെയിമിംഗ് സെക്ടറിലെ സ്റ്റോക്കുകളെ സംബന്ധിക്കുന്ന ഒരു തിരിച്ചടിയാണ്. ഇവിടെ നെക്സ്റ്റ് മിനിസ്റ്റേഴ്സിൻ്റെ കൗൺസിൽ ഓഫ് മീറ്റിങ്ങിൽ ഈ മാറ്റർ ഡിസ്കസ് ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും ഇപ്പോഴും 28%-നടുത്ത് GST നിലനിർത്തിയതിൻ്റെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ഒരു മാസം കൊണ്ട് മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ച സ്റ്റോക്കുകളിൽ പ്രോഫിറ്റ് ബുക്കിംഗ് വന്നേക്കാം. അങ്ങനെ നമ്മൾക്ക് പരിഗണിക്കാവുന്ന ഒന്നാമത്തെ സ്റ്റോക്ക് നസാര ടെക്നോളജിയാണ്. കഴിഞ്ഞ ഒരു മാസം കൊണ്ട് സ്റ്റോക്ക് 40%-ലേറെ ഉയർന്നു. 6000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 67. നസാര എന്ന സ്റ്റോക്ക് ഒരു സമയത്ത് 1000-നടുത്ത് വിലയുണ്ടായിരുന്ന സ്റ്റോക്കാണ്. അവിടെ നിന്നും 600 രൂപയിലേക്ക് ഇടിഞ്ഞു. എന്നാൽ കഴിഞ്ഞ 3 ആഴ്ച കൊണ്ട് ഉയർന്ന ബൈയിങ് മൊമെൻറ്റം വരികയും സ്റ്റോക്ക് 900 എന്ന ലെവലിലേക്ക് എത്തുകയും ചെയ്തു. സ്റ്റോക്കിൽ പ്രോഫിറ്റ് ബുക്കിംഗ് വരികയാണെങ്കിൽ 800, 730 തുടങ്ങിയ ലെവലുകൾ സ്റ്റോക്കിൻ്റെ സ്ട്രോങ് സപ്പോർട്ടായി പ്രവർത്തിക്കും. രണ്ടാമത്തേത് ഓൺലൈൻ ഗെയിമിംഗ് സെക്ടറിലെ തന്നെ ഡെൽറ്റ കോർപ്പ് എന്ന സ്റ്റോക്കാണ്. ഡെൽറ്റ കോർപ്പ് 28% GST ഏർപ്പെടുത്തിയതിനു ശേഷം ഡൗൺവേർഡ് ട്രെൻഡിലേക്ക് മാറുകയായിരുന്നു. അതേസമയം ഇപ്രാവശ്യം GST റിവ്യൂ ചെയ്യും എന്നുള്ളൊരു പ്രതീക്ഷയുള്ളതുകൊണ്ട് ഒരാഴ്ചയായി സ്റ്റോക്കിൽ ഉയർന്ന ബൈയിങ് മൊമെൻറ്റം വരികയും 113 നിന്നും സ്റ്റോക്ക് 180 ഉയരുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം ഓൺലൈൻ ഗെയിമിംഗ് സെക്ടറിലെ GST ഇതേ രീതിയിൽ തന്നെ അല്ലെങ്കിൽ 28% തന്നെ നിലനിർത്താൻ തീരുമാനിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ ഡെൽറ്റ കോർപ്പ് എന്ന സ്റ്റോക്കിലും പ്രോഫിറ്റ് ബുക്കിംഗ് വന്നേക്കാം. രണ്ടാമത്തേത് കാർട്ടൺ ബോക്സസ്, പാക്കേജിംഗ് മെറ്റീരിയൽ എന്നിവയ്ക്ക് മുകളിലുള്ള GST 18%-ൽ നിന്നും 12%-ലേക്ക് കുറച്ചു എന്നുള്ളൊരു അപ്ഡേറ്റാണ്. ഇതിൻ്റെ പോസിറ്റീവ് അല്ലെങ്കിൽ ഈ ഒരു പോസിറ്റീവ് അപ്ഡേറ്റിൻ്റെ ബെനിഫിറ്റ് ലഭിക്കാൻ സാധ്യതയുള്ള ഒന്നാമത്തെ സ്റ്റോക്ക് TCPL പാക്കേജിംഗ് ലിമിറ്റഡ് ആണ്. TCPL പാക്കേജിംഗ് സെക്ടറുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു സ്റ്റോക്ക് കഴിഞ്ഞ 6 മാസം കൊണ്ട് 14% റിട്ടേൺ നൽകി. 52 വീക്ക് ഹൈ 2500, 52 വീക്കിലോ 1334. സ്റ്റോക്ക് 52 വീക്ക് ലോയിൽ നിന്നും ഏകദേശം 200 പോയിൻറ്റിനടുത്ത് ലഭിക്കുന്നു. നാളെ സ്റ്റോക്കിൽ ഒരു പോസിറ്റീവ് ആക്ഷൻ വരികയാണെങ്കിൽ ഫർദർ അപ്സൈഡ് മൊമെൻറ്റം പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ പാക്കേജിംഗ് സെക്ടറിലെ യൂഫ്ലെക്സ് എന്ന സ്റ്റോക്കിനെയും നമുക്ക് ഫോക്കസ് ചെയ്യാവുന്നതാണ്. യൂഫ്ലെക്സ് 800 രൂപയിൽ നിന്നും ഇടിഞ്ഞ് 400 രൂപയിലേക്ക് എത്തുകയും അതിനുശേഷം 400-നടുത്ത് കൺസോൾഡേറ്റ് ചെയ്യുകയും ചെയ്തു. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് 500 എന്ന റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് 516-നടുത്തായിട്ടാണ് ക്ലോസിംഗ് നൽകിയത്. വരും സമയങ്ങളിൽ സ്റ്റോക്ക് 500 എന്ന സപ്പോർട്ടിനെ ടെസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്സൈഡിൽ 600, 700 പോലുള്ള ലെവലുകളിലേക്കും സ്റ്റോക്ക് ഉയർന്നേക്കാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്